Okay, guys. We have been planning something new. കണ്ണൊന്നും കാണുന്നില്ല പണ്ടാരം. കണ്ണിലോട്ട് അടിച്ചാൽ കയറ്റും. അപ്പോ ക്യാമറയുടെ ബാറ്ററി തീർന്നു പണ്ടാരം. ഞാനാണെങ്കിൽ അതിനെപ്പറ്റി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. മറ്റേ മഹീന്ദ്ര XCV9 കുറച്ചുകൂടെ ആണെങ്കിൽ ഉണ്ടാക്കി കയറ്റി കണ്ണിലോട്ട്. ചുമ്മാ ഉള്ള ലൈറ്റ് എല്ലാം കൂടി ഇട്ട് കണ്ണിലോട്ട് അടിച്ച് കയറ്റിക്കൊണ്ട് കൊണ്ടുവരും. ചെവിക്കാ തീറ്റ കയറിയ തോന്നും, ഹെൽമെറ്റിലാ തീറ്റ കയറി. ഇതൊരു അടിപൊളി സ്പോട്ടായിരുന്നു. രാവിലെ വന്നാൽ നല്ലപോലെ കാണാം. ഞാൻ കുറെ നേരം പോകണം പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം മനസ്സിലായ എന്താ ക്യാമറയുടെ ബാറ്ററി തീർന്നു. അത് ഇവിടുത്തെ ഇപ്പൊ പൊടിയെല്ലാം കൂടെ അടിച്ചാണെന്ന് തോന്നുന്നു. ഇനി അതിന്റെ എന്താ പറയുന്നത് ചാർജിങ് പോർട്ടിന്റെ അകത്ത്, ചാർജിങ് പോർട്ട് അല്ല സംഭവം, മറ്റേ അതിനൊരു ചാർജിങ് പിന്നുണ്ട്. ഇതൊരു മോഡ്യൂളും അതിന്റെ താഴെ ഒരു പവർ മോഡ്യൂളും കൂടെ. ആ മോഡ്യൂളും പവർ മോഡ്യൂളും അതും കൂടെ കണക്ട് ആവുന്ന സ്ഥലത്ത് കുറച്ചിങ്ങനെ പിൻസ് ഉണ്ട്. ആ പിന്നിന്റെ അകത്ത് എങ്ങാണ്ട് പൊടി ഏതാണ്ട് കയറിയത് തോന്നുന്നു. പക്ഷെ സംഭവം ചാർജ് ആവുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ വലിയ കാര്യത്തിന് കുണുകുണാ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പകുതി വഴിയെല്ലാം കുറെ പറഞ്ഞു. അവസാനം കൊണ്ടാ ഇതിന് അനക്കമൊന്നും ഇല്ലാന്ന് കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അയ്യോ ഇത് പറ്റിച്ചല്ലോ ഗൈസ് ഇത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതാര് ശശിയായി ഞാൻ തന്നെ. വീട്ടിൽ വരെ എത്തിച്ചെല്ലാനുള്ള പെട്രോള് കാണണമല്ലോ. നോക്കാം എത്ര ഉണ്ടെന്ന്. അയ്യോ അയ്യോ പോയി. 110 അവിടെ മൈലേജ് കാണിക്കുന്നുണ്ട്. ഇതുവരെ 120 കാണിച്ചോണ്ടിരുന്നതായിരുന്നു. 130 അവിടെ നിന്നിപ്പോ കാണിച്ചതായിരുന്നു. പക്ഷെ എന്തും കൊണ്ട് അവനൊരു അഹങ്കാരം കൊണ്ട് ഇപ്പൊ ഒരു പോലീസ് മാമ എന്നെ പിടിക്കല്ലേ, എനിക്ക് ലൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഓക്കെ, പരമ തിണ്ടികളായിരുന്നു ഇവര്. പിന്നെ പോലീസ് മാമന്മാരുടെ കാര്യമല്ല പറഞ്ഞത്, യമാരുടെ കാര്യമാണ് പറഞ്ഞത്. കണ്ടോ പോകുന്ന പോക്ക് കണ്ടോ, ഒരു ഡ്രൈവിംഗ് സെൻസോ ഒന്നുമില്ല. ഒരു ലെഫ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഇരുത്തി തോന്നിയാൽ അവരൊന്ന് ലെഫ്റ്റ് അങ്ങ് എടുക്കും. പിന്നെ വേണ്ടാന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് അവർ റൈറ്റിലോട്ട് വേണമെങ്കിലും കൺവേർട്ട് ആക്കും. അതാണ് ഇവിടുത്തെ സംഭവം. കണ്ടോ തോന്നുമ്പോഴങ്ങ് ചവിട്ടുക, എല്ലും വെച്ചോണ്ട് പോവാ പട്ടി. വണ്ടി ഓടിക്കാൻ അറിയാം അതുമില്ല. ഓരോരുത്തരാണെങ്കിൽ അവിടെ ഫോണും കുത്തിക്കൊണ്ട് നടക്കണം. കേട്ടോ, വണ്ടി ഓടിക്കാൻ അറിയത്തൊന്നുമില്ല. ഭയങ്കര പുതിയതായിട്ടുള്ള ഡ്രൈവറല്ലേ, അന്നേരം അതിൻ്റെതായിട്ടുള്ള ഒരു ക്രിമികടിയുണ്ട്. അതിൻ്റെത് കാണാനും കൊണ്ട് വണ്ടിയിൽ പുതിയ ഡ്രൈവർ ആണെന്നുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ സംഭവം. ഞാൻ ഇപ്പൊ നിന്നിരുന്നത് നർമ്മദ കനാലിന്റെ ഒരു റിവർ ഫ്രണ്ട് മാതിരിയുള്ള ഒരു സാധനമാണ് അവരുണ്ടാക്കി വെച്ചേക്കെന്ന് തോന്നുന്നു. ഫാർമേഴ്സിന് വേണ്ടി ഡൈവേർട്ട് ചെയ്ത് വിട്ടുന്ന വെള്ളമാണ് അത്. അന്നേരം ഫാർമേഴ്സിന് അതിൻ്റെതായുള്ള എന്തോ ഒരു ചാർജസ് കൊടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പമ്പിട്ട് അവരുടെ ഫാമിലോട്ട് അടിച്ച് കയറ്റാൻ പറ്റിയ ഒരു ആർട്ടിഫിഷ്യൽ തോട് എന്ന് പറയാം. നർമ്മദയുടെ വെള്ളം ആർട്ടിഫിഷ്യൽ തോട് വഴി അങ്ങോട്ട് അയക്കുന്നതാണ്. അവിടെ നമ്മളിപ്പോൾ നിന്നത് വായി നോക്കി, അവിടെ നിന്നാണ് ഞാൻ ഈ സംഭവം ഇപ്പം ചാർജ് ചെയ്തത്. ഏതാണ്ടൊക്കെ കുറേയൊക്കെ പറഞ്ഞു തരുന്നു ഗൈസ്, പക്ഷെ എല്ലാം പോയി, അങ്ങനെ ആയിപ്പോയി. റെക്കോർഡ് ചെയ്തില്ലെന്ന് ആണ്ട് കിടക്കുന്നു. പിന്നെ എന്തോ ഒരു ബാറ്ററിയുടെ ഒരു
സംഭവം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. 12 മിനിറ്റ് സ്റ്റോറേജ് കൂടെ ഉള്ളായിരുന്നു. അപ്പോൾ എപ്പം നിന്ന് പോകുമെന്നൊന്നും പറയാനൊക്കത്തില്ല. അല്ലല്ലോ, 12 മിനിറ്റ് അല്ലല്ലോ, ഞാനിപ്പം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തതല്ലേ. പിന്നെ അതൊരു 35 മിനിറ്റോളം കാണേണ്ടതാണ്. എന്തോ വീട്ടിൽ ചെന്ന് ഇനി അഴിച്ച് നനച്ച് കഴുകിയിട്ട് ഒന്ന് നോക്കാം എന്തോ സംഭവം. വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി നോക്കുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആകുമായിരിക്കും. എന്തോ ബാറ്ററി ഹോൾഡ് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. ഞാനിത് അങ്ങനെ ഉപയോഗിക്കുന്ന ആയിരുന്നില്ല. ഇതോടെ ഞാനിങ്ങനെ ശനിയാഴ്ചകളിലൊക്കെ ഇറങ്ങുന്നുണ്ട് പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമായത്. ഇതാണിപ്പോൾ ഇവിടുത്തെ പുതിയ അവസ്ഥ. എല്ലായിടത്തും അങ്ങ് പണി നടക്കുക. അത് കാരണം എങ്ങൊന്നും പോകാനും ഒക്കത്തില്ല. എല്ലായിടത്തും അങ്ങ് ബ്ലോക്കുക. ഇന്നെങ്ങാനും നീങ്ങൂടെ? നീങ്ങുന്നുണ്ട്. നീങ്ങുന്നൊന്നുമല്ല, ഇവന്മാർ എവിടുന്നേലൊക്കെ ഇടിച്ച് കയറ്റുന്നതായിരിക്കും. നീങ്ങി തുടയ്ക്കുന്നുണ്ട്. ഇല്ല, എവിടെ നിന്നാണ്ട് ഒരു പോലീസ് വണ്ടിയാണെന്ന് തോന്നുന്നല്ലോ ലൈറ്റൊക്കെ കാത്തി വെക്കുന്നു. അതോ ഇനി വിശ്വസിക്കാനൊക്കത്തില്ല, ഇവന്മാർ വരെ ലൈറ്റ് തലയിൽ വെച്ചോണ്ട് പോവാണോന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ ബ്രിഡ്ജിന്റെ മേളിലല്ല, എൻ്റെ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്, ഒരു പിക്കപ്പ്. അതേ കുറെ ലൈറ്റൊക്കെ കാണാം. ഇനി അതിൻ്റെ പുറശത്തോ ഫ്രണ്ടിലോ എവിടെ ഒരു വണ്ടി കാണും. അതാ ഉണ്ട് 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 കേട്ടോ, അതിൻ്റെ ഫ്രണ്ടില്ലേ ഒരു ജീപ്പ് കിടന്ന് മിന്നുന്നുണ്ടല്ലോ. ഞാൻ പോവാണേ, എനിക്ക് വഴി കിട്ടിയേ. ടാറ്റാ. അയ്യോ, ആരാ? ഏതോ ഒരു വലിയ കമാൻഡർ ആണല്ലോ, ആരാന്നറിയുന്നില്ല. ഒന്ന് നോക്കിയാ വേണേ. നമ്മുടെ മുഖ്യൻ വല്ലതും ആണോ? മുഖ്യനാണോടെ? മുഖ്യനാവാൻ ചാൻസസ് കുറവ്. മുഖ്യനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തേര്. അപ്പോൾ ഗൈസ്, എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ബാറ്ററിക്ക് ചാർജ് ചെയ്യുന്നതാണോ ഇനിയും ഫുള്ളായതാണോ സ്റ്റോറേജ് എന്നുള്ള കാര്യം എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. എന്തോ 2 പ്രാവശ്യം അത് വൈബ്രേറ്റ് അടിച്ചു കഴിഞ്ഞു. മിക്കവാറും ബാറ്ററിയുടെ ആവാനാണ് ചാൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വീട്ടിൽ ചെന്ന് അഴിച്ച് നിറച്ച് നോക്കിയിട്ടെ ഞാൻ പറയാം. എന്തുവാ കാരണമെന്നൊന്നും അറിയണമല്ലോ. കുറേ വണ്ടികളുണ്ടല്ലോ, 1 2 3. അപ്പോൾ ഓക്കെ ഗൈസ്, എനിക്കറിയത്തില്ല ഇത് എത്ര നേരം കാണുമെന്നുള്ളത്. വരുന്നത്തോളം നിൽക്കട്ടെ, അത്രയൊന്നും എനിക്ക് പറയാൻ പറ്റും. ഒന്നും പറയാൻ നോക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. ഇത് ഏത് ലോക്കൽ സ്റ്റേഷൻ തോന്നുന്നു കേട്ടോ, ചുമ്മാ ലൈറ്റും വെച്ച് പോവാ.